മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ മെത്രാഭിഷേകത്തിന് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് സ്ക്വയർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 5 നൂറ്റാണ്ട് പഴക്കമുള്ള കൊച്ചി രൂപതയിലെ 36ാമത് ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായി ബിഷപ്പ് ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. കാൽനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന പുതിയ ബിഷപ്പിന്റെ സ്ഥാനാരോഹണമാണിത്. കൊച്ചിയിലെ 51 രൂപതകളിൽ നിന്നെത്തുന്ന വൈദികർ, കന്യാസ്ത്രീകൾ, വെള്ളിക്കുരിശുമായി എത്തുന്ന ആൾത്താര ശുശ്രൂഷകർ, പൊതുജനങ്ങൾ എന്നിങ്ങനെ 15,000-ഓളം വരുന്ന ജനസഞ്ചയത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി. 4 ഏക്കർ വരുന്ന പരേഡ് ഗ്രൗണ്ടിൽ 500 പേർ വീതം ഉൾക്കൊള്ളുന്ന 24 സെക്ടറുകളിലായി തിരിച്ച് 12,000 പേർക്കിരിക്കാവുന്ന കസേരകളും 300 പേരെ ഉൾക്കൊള്ളാവുന്ന ബൃഹത്തായ സ്റ്റേജിന്റെ നിർമ്മാണം പൂർത്തിയായി. സ്ഥാനാരോഹണ ചടങ്ങുകളോട് മുഖ്യ ആകർഷണമായ ഗായക സംഘത്തിൽ എല്ലാ ഇടവകളിലെയും പാട്ടുകാരെ ഉൾപ്പെടുത്തി 170 പേരുടെ ഗായക സംഘത്തിന് സാന്താ സിസിലിയ സ്റ്റുഡിയോ ഡയറക്ടർ റവറൻഡ് റാഫി കുട്ടുങ്കൽ, ഫാദർ ബിബിൻ ജോർജ് താഴെപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. ബെൻസ് മ്യൂസിക് ഓവന്റെ ബാനറിൽ ബെനഡിക്ട് ക്ലിറ്റസ് എഴുതിയ 5 പുതിയ ഗാനങ്ങളും ലാറ്റിൻ പാട്ടുകളും അതിന്റെ ഓർക്കസ്ട്രേഷനും ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞു. സംഗീതജ്ഞനായ കെസ്റ്റർ ഗോകുൽ ജോസഫ്, ഫാദർ ബിബിൻ സേവ്യർ എന്നിവരാണ് ഗാനാലാപനം നടത്തിയിരിക്കുന്നത്. ഫാദർ ആന്റണി ഉരുളത്ത്, ഫാദർ ഡോക്ടർ ജോണി സേവ്യർ, ഫാദർ ഡോക്ടർ ഗ്രിംബാൾഡ് ലന്തപ്പറമ്പിൽ എന്നിവരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ജെൽസൺ ആന്റണി, ജാക്സൺ അരൂജ, പ്രിൻസ് ജോസഫ്, ജിക്സൺ പീറ്റർ, ഫാദർ ടൈറ്റസ് കുരിശുവീട്ടിൽ എന്നിവരാണ് വിപുലമായ ഓർക്കസ്ട്ര ടീമിന് നേതൃത്വം നൽകുന്നത്. ഇതിനായി 2.5 ലക്ഷം വാട്ട് സൗണ്ട് സിസ്റ്റമാണ് ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങുകൾ നടക്കുന്ന ബിഷപ്പ് ഹൗസും പരേഡ് ഗ്രൗണ്ടും ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണശോഭമായി മാറിയിരിക്കുകയാണ്. വരുന്ന ക്രിസ്മസ് രാത്രികളെ സമ്മോഹനമാക്കാൻ ദീപാലങ്കൃതമായ 15 മീറ്റർ ഉയരമുള്ള ബ്രഹ്മാണ്ഡ നക്ഷത്രം സവിശേഷ കാഴ്ചയാണ്. 10,000 എത്തുന്ന ചടങ്ങിൽ തിരക്ക് നിയന്ത്രിക്കാൻ 1,500 പേരുടെ വളണ്ടിയർ സേനയ്ക്ക് വേണ്ട പരിശീലനം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. 100 എത്തുന്ന കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കുമായി 13 ഇടങ്ങളിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കി കഴിഞ്ഞു. ഗ്രൗണ്ടിലേക്ക് ആവശ്യമായ ഈ ടോയ്ലറ്റുകളും അടിയന്തര ശുശ്രൂഷയ്ക്കായി ആംബുലൻസുകളും ഫാത്തിമ ആശുപത്രിയുടെ കീഴിൽ മെഡിക്കൽ ടീമുകളും ഏർപ്പെടുത്തി കഴിഞ്ഞായി PRO ഫാദർ ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട് അറിയിച്ചു. പാർക്കിങ്ങിനെയും മറ്റ് സൗകര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിയാനായി മൊബൈൽ ആപ്പ് പുറത്തിറക്കിയതായും സ്ഥാനാരോഹണ ചടങ്ങുകൾ വിവിധ ചാനലുകളുടെ സഹായത്തോടെ ലൈവായി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി ഇലക്ട്രോണിക് മീഡിയയുടെ ചാർജുള്ള ഫാദർ പ്രിൻസ് മാളിയേക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.